ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാമകൃഷ്ണനെ ആകെ ഉണ്ടായിരുന്നത് 1-2 തുണ്ട് ഭൂമിയാ, പിന്നെ കുറെ തരിശായിട്ട് കിടക്കുന്ന പാടവും. അതില് പണിയെടുത്തതും പൊന്നു വിളിച്ചതൊക്കെ അതിന് വിലയുണ്ടാക്കി തന്നത് പോലും ഈ നിൽക്കുന്ന ഇവനാ. പലപ്പോഴും അവനത് ഫീൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ കാണിക്കുന്ന അകലത്തെക്കുറിച്ച് അവൻ നിത്യേച്ചിയോടും അമ്മയോടും പരാതിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ അവനെ കൺമുന്നിൽ കാണുമ്പോ എനിക്ക് സംഭവിച്ച ദുരന്തത്തിന്റെ ഓർമ്മയാവും. അതുകൊണ്ട് അകറ്റി നിർത്തി. വെറുത്തു. എല്ലാം തെറ്റായിപ്പോയി. ടേക്ക് ഇറ്റ് ഈസി ജ്യോതി. എല്ലാ ഇരുട്ടും മാറി തന്റെ മനസ്സിലിപ്പോ വെളിച്ചം വന്നില്ലേ? ഇനി താൻ അവനെ കണക്ക് തീർത്തങ്ങ് സ്നേഹിക്ക്. വേണം, ഇനി വേണം മോനോട് അടുത്ത് തുടങ്ങാൻ. അത് സിമ്പിളായിട്ട് സാധിക്കും. സ്വന്തം അമ്മയല്ലേ. പിന്നെ ഈ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ കുറ്റബോധത്തിലേക്ക് പോകണ്ട കേട്ടോ. പർച്ചേസിന്റെ ഇടയിലും ഞാൻ തന്നെ വിളിക്കും. ഇതേപോലെ ഫ്രഷ് ആയിട്ട് എന്നെ കോൾ അറ്റൻഡ് ചെയ്തോണം. ആദിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നിത്യേച്ചോട് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം. വേണ്ട വേണ്ട, നിത്യേച്ചിയെ ബുദ്ധിമുട്ടിക്കണ്ട. മോന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി നമ്മൾ അച്ഛനും അമ്മയും ഉണ്ടല്ലോ. ഞാനൊരു കണക്കുകൂട്ടലിൽ എല്ലാം വാങ്ങിക്കാടും. പിന്നെ ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ അവൻ വന്നിട്ടാകാം. ഓക്കെ മനു. ഇതിപ്പോ എല്ലാം പെട്ടെന്നായതുകൊണ്ടാ. അല്ലെങ്കിൽ പർച്ചേസിന് ഞാൻ തന്നെയും കൂടെ കൂട്ടിയേനെ. അത് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിയട്ടെ, കുറച്ചധിക ദിവസത്തെ ലീവ് എടുക്കണം. എന്നിട്ട് നമുക്കൊരു യാത്ര പോകണം. നമ്മുടെ മനസ്സും മോന്റെ മനസ്സും ഒക്കെ ഒന്ന് ജീവൻ വയ്ക്കും. വെറുതെ ഇരിക്കുമ്പോ യാത്ര ചെയ്യാനുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചോ. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അല്ല, സബ് കളക്ടർക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടിയൊന്നുമില്ലേ? ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. അത് അവിടെ തൽക്കാലം ഒരു ഗ്യാപ്പാണ്. ആദ്യം ജീവിതം ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് മതി ജോലി. എന്താ? ആയിക്കോട്ടെ. എന്നാ ഓക്കേടോ. ഞാൻ ആദ്യം പർച്ചേസ് ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചോളാം. ശരി, ബൈ. അച്ഛാ, ആ പ്രൊഡ്യൂസർക്ക് അയാളുടെ പണം കൊടുക്കണം. എന്തുവാ? ആ പ്രൊഡ്യൂസർക്ക് അയാളുടെ പണം കൊടുക്കണം. അത് വേണം. അയാളെ കണ്ടെടുത്തോളേ ഭയങ്കര കുഴപ്പം പിടിച്ച ആളാ. നീ ഒരു കാര്യം ചെയ്യണം. നീ എത്രയും പെട്ടെന്നുണ്ടല്ലോ ആ ഇടപാട് അങ്ങോട്ട് തീർക്കുന്നതാ നല്ലത്. ഏതാ? എന്റെ കയ്യിലിപ്പോ പണത്തിന് യാതൊരു മാർഗവുമില്ല. അല്ല, അത് ഞാനെന്തുവാ വേണ്ടേ? എനിക്ക് ഒരു 50 ലക്ഷം രൂപ വേണം. ആഹാ, അത്രയും മതിയാ? എടി പെണ്ണെ, വലിയ തുകയാണ് കേട്ടാ. പക്ഷേ ഒരു അത്യാവശ്യ കാര്യമായി പോയി. നീ ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് കൊള്ളാവുന്ന ഏതെങ്കിലും ബാങ്കിൽ ചെന്ന് ചോദിച്ചു നോക്ക്. പലരും ഈ അടുത്ത കാലത്ത് കനത്ത തുകയൊക്കെ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാ? എനിക്ക് ആ പണം അച്ഛൻ തരണം. എങ്ങനെ? എന്റെ അവകാശത്തിൽ നിന്ന് തന്നാ മതി. അതൊക്കെ പോട്ടെ. മോൾ ആദ്യം ഈ കാര്യം ഒന്ന് പറ. എന്തുവാ അതിന്റെ അവകാശം? ഞാനുമായിട്ട് നിനക്ക് എന്തുവാ ബന്ധം? എന്തായാലും നിന്നെ എന്റെ മകളുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്നും ഇവിടെ വന്ന് കയറരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇല്ലയോ? പിന്നെ ജന്മനാ നിനക്ക് നാണമില്ലാത്തത് കൊണ്ട് നിർബന്ധമായിട്ട് വന്നു കയറി
ഇവിടെ വന്ന് ഒരു മുറിയിൽ താമസവും ആക്കി. അത് പോട്ടെ, എന്റെ ഒരു മാന്യത വെച്ചിട്ട് താമസിക്കുന്നതിന്റെയും തിന്നുന്നതിന്റെയും കൂലി ഞാൻ ചോദിക്കുന്നു. അച്ഛൻ വെറുതെ എന്നെ പരിഹസിക്കണ്ട. അയ്യോ, പരിഹാസമായിട്ട് മക്കൾക്ക് തോന്നിയാ? അച്ഛൻ സമ്പാദിച്ചിട്ടുള്ളതല്ല എനിക്കുള്ളതല്ലേ? എന്ന് ആര് പറഞ്ഞു? എന്റെ പൊന്നുമക്കളെ, ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് ദയവ് ചെയ്ത് ഉറക്കെ ഒച്ചത്തില് സംസാരിപ്പിക്കല്ലേ. മോളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, പണം അതല്ലേ, അത് ഞാൻ തരൂല. 50 ലക്ഷം അല്ല, ഒരു ചില്ലി കാശ് പോലും ഞാൻ തരികയില്ല. വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാലോ? ആ ഇടി പെണ്ണേ, കൊടുക്കാനുള്ള കാശ് നീ ആ പ്രൊഡ്യൂസർക്ക് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ, അയാള് നിന്നെ കൊല്ലും. അതിനു മുമ്പ് എന്തിനാടി നീ എന്റെ കയ്യിൽ നിന്ന് ചാവുന്നേ? ഇവിടെ കോടതിയുണ്ട്, പോലീസും ഉണ്ട്. പോലീസും ഉണ്ട്. എന്റെ അവകാശത്തിന് വേണ്ടിയേ എനിക്ക് അവിടൊക്കെ വേണമെങ്കിൽ പോവാം. നീ പൊയ്ക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? കോടതി ഇപ്പൊ ഒരു കേസൊക്കെ നേരിടാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അച്ഛൻ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. എനിക്കൊരു 50 ലക്ഷം രൂപ തന്നിട്ട് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തോ. ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കാനാണോ? അയാൾക്കാണെങ്കിൽ വാങ്ങി തിന്നുന്നതിന് ഒരു നാണമില്ല. അല്ല, നീ ഇത് അയാള് നീ ആരെ ഉദ്ദേശിക്കുന്നേ? ആരെ നീ ഉദ്ദേശിക്കുന്നേ? ഇയാള് തന്നെ. അച്ഛന്റെ സമ്പത്ത് എന്നിലേക്ക് വരാതിരിക്കാനുള്ള ഏക കാരണം ഇയാൾ ഒരുത്തനാ. പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ഞിയും കറിയും വെച്ച് കാല് തിരുമിയൊക്കെ അമ്മാവന്റെ പ്രിയ മോനായിട്ട് നിൽക്കുമല്ലേ. അതും ലാഭം നോക്കി തന്നെയാ. അവൻ ഇതിന് ലാഭം നോക്കിയ കാര്യമൊന്ന് നീ എന്നോട് പറയണ്ട. അവനെന്നെ എനിക്കേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. രാമകൃഷ്ണനെ ആകെ ഉണ്ടായിരുന്നത് 1-2 തുണ്ട് ഭൂമിയാ, പിന്നെ കുറെ തരിശായിട്ട് കിടക്കുന്ന പാടവും. അതിന് പണിയെടുത്തതും പൊന്നു വിളിച്ചതൊക്കെ അതിന് വിലയുണ്ടാക്കി തന്നത് പോലും ഈ നിൽക്കുന്ന ഇവനാ. നീ ഇപ്പോ ഇതൊക്കെ കുടുംബ സ്വത്തൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അധ്വാനിച്ചു കൂട്ടിയവന് തന്നെയാ ഈ സ്വത്തിനൊക്കെ അവകാശം. ഈ സ്വത്തൊക്കെ ഉണ്ടല്ലോ ഇവന്റേതാ. നിനക്ക് ഒരു ചില്ലി കാശ് പോലും നിനക്കായിട്ട് ഞാൻ തരികയില്ല. അതെന്റെ ഉറച്ച തീരുമാനമാ. എങ്കിൽ അച്ഛനൊന്ന് കുറിച്ചു വെച്ചോ. ഓ, ഇവിടെ പലതും, പ്രിയപ്പെട്ട പലതും ചിലപ്പോ നഷ്ടപ്പെട്ടെന്ന് വരും. മധുര നൊമ്പരക്കാറ്റ്